ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നടക്കാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഏകദേശം എൻ്റെ ഇവിടുത്തെ വെള്ളങ്ങളൊക്കെ വറ്റി. മുറ്റത്തുള്ള വെള്ളങ്ങളൊക്കെ ഏകദേശം കുറഞ്ഞു. ഏകദേശം നല്ല നല്ലോണം കുറഞ്ഞു. ചിലയിടത്ത് കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. നമുക്കത് നോക്കാം, വാ. ഇപ്പം 3-4 ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തെ വെള്ളം ഏറെക്കുറെ വറ്റി. ഈ കാണുന്ന വെള്ളങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ കാറൊക്കെ എടുത്ത് പുറത്ത് പോകാൻ നേരമാകുമ്പോഴേക്കും ചെളി നല്ലോണം ഉള്ളതുകൊണ്ട് പൂണ്ട് പോവും. അതുകൊണ്ട് കാറൊക്കെ എടുക്കാൻ നേരത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഓക്കെയാണ്. അങ്ങനെ വെള്ളം ഏറെക്കുറെ വറ്റി, പക്ഷേ ചെളി കുറച്ചും കൂടെ പോകാനായിട്ടുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ വന്നുകൊണ്ട് അതിപ്പോൾ അടുത്തെങ്ങും പോവില്ല. എന്നാലും നോക്കാം. ഇപ്പോൾ മുമ്പ് വശമൊക്കെ ഓക്കെയാണ്, പൂർണ്ണമായിട്ടും ഓക്കെയിലാണ്. കണ്ടോ, നടക്കാൻ എന്ത് സുഖം. അങ്ങനെ ചെളിയും അതുപോലെ തന്നെ വെള്ളക്കെട്ടൊന്നുമില്ല. എത്ര നാളായി ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് തന്നെ. ഇനി നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. അവിടെ എങ്ങനെയാണ് സ്ഥിതിയെന്ന് നോക്കണ്ടേ, വാ. എത്ര നാളായി ഇങ്ങനെ വെള്ളക്കെട്ടൊന്നും ഇല്ലാതെ ഒന്ന് കണ്ടിട്ട്. എൻ്റെ പൊന്നോ, ജൂൺ മാസമൊന്നും ഈ പരിസരത്ത് പോലും വരാൻ പറ്റില്ലായിരുന്നു, അത്രയും വെള്ളക്കെട്ടായിരുന്നു. ആ പടിയുടെ അവിടം വരെയൊക്കെ വെള്ളം കയറുമായിരുന്നു. ഇപ്പം എന്താ മാറ്റം. പക്ഷേ ഈ പായലുകൾ ഉദ്ദേശിച്ച പോലെ മാറിയിട്ടില്ല. ഇവിടെ നടക്കാൻ നേരത്ത് വലിയ റിസ്ക് എടുക്കണം. കാരണം ഇവിടെ നടന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പടോം തല്ലി വീഴും. കാരണം അത്രയ്ക്കുണ്ട് പായൽ. ഇനി ഇത് മാറാൻ വേണ്ടി കാത്തിരിക്കണം. എന്തായാലും വെള്ളം പോയി കിട്ടി. ഇനി ഈ പായലുകളാണ് പോകേണ്ടത്. ഇവിടെ നമ്മളൊരു സ്റ്റെപ്പ് വെക്കേണ്ട താമസമുള്ളൂ, ഒരൊറ്റ വീഴ്ച, അത് ഷുവറാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വശങ്ങളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വെള്ളക്കെട്ടാൽ മൂടിയിരിക്കുകയായിരുന്നു. എന്തായാലും അതൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതെയായി. കണ്ട, ഇപ്പം ഇവിടെ ചെളി പോലുമില്ല. സമാധാനത്തോടു കൂടി നടക്കാനും സാധിക്കും. വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന മെറ്റൽ പൊടിയിലൊക്കെ ഇപ്പോൾ പുല്ല് മുളയ്ക്കാൻ തുടങ്ങി.